ക്വസ്റ്റ്യൻ. പ്രഗ്നൻസിയിൽ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ എന്ത് രീതിയിലായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടുതലായിട്ടും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ വേണം എന്നാണ്. മ്യൂസിക് അല്പം കുറച്ചിട്ട് മൈക്കിന്റെ ശബ്ദം കൂട്ടാൻ പറ്റും. പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഇപ്പം പ്ലാനിങ് പ്രഗ്നൻസി ആവുമ്പോഴാണ് ലൈഫ് സ്റ്റൈലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം വെയിറ്റ് കൂടുതൽ ഓവർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം രണ്ടുപേർക്കും, ബോത്ത് ഹസ്ബൻഡ് ഫെർട്ടിലിറ്റി ആണ് ബോത്ത് പേരൻസ് ആൻഡ് എസ്പെഷ്യലി ഫോർ ദ വുമൺ. അത് കൂടാതെ ഇപ്പം നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഇപ്പം ഡയറ്റ് ഒക്കെ വളരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഒരു ഹെൽത്തി ഡയറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പം മെയിൽ, യു ആർ ടോക്കിംഗ് ഓൺലി അബൌട്ട് ദ മദർ അല്ലേ, മദറിനെ പറ്റി മാത്രമാണെങ്കിൽ പിന്നെ മെയിലിനും അതുപോലെ സ്മോക്കിംഗ് അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കണം എന്ന് പറയും പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ്. പിന്നെ ഫോർ ദ മദർ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എടുക്കേണ്ടത് ഒരു ആവശ്യമാണ് അനോമലീസ് പ്രിവെന്റ് ചെയ്യാൻ. അതുപോലെ വാക്സിനേഷൻസ്, റുബെല്ല പോലെയുള്ള വാക്സിനേഷൻസും നേരത്തെ എടുത്തിരുന്നാൽ നല്ലതാണ്. ഓക്കെ മാം, ഇതിനെപ്പറ്റി ഷീല പറഞ്ഞതൊക്കെ ഓക്കെയാണ്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്, പഴയ പോലെ അല്ല. ആളുകൾ വന്നിട്ട് ഡോക്ടർ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, പ്രഗ്നന്റ് ആണ്, അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വരുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഷുഗറിന്റെ ലെവലെല്ലാം വളരെ കൺട്രോൾഡ്. എപ്പിലെപ്സി പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ മരുന്നുകൾ നിർത്തണം, മോഡിഫൈ ചെയ്യാനുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പെണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി, അതൊന്നും വളരെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും പ്രഗ്നൻസിയിൽ. അപ്പൊ അതെല്ലാം നോർമൽ വെയിറ്റിലേക്ക് പോകാൻ നമ്മളിപ്പോ പറയാറുണ്ട്. പണ്ടത്തെ പോലെ അല്ല, കുറെ പേര് എല്ലാവരും പ്ലാൻഡ് ആണ് കിട്ടണം. നമ്മൾ അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെഷനിലാണ്, ഗവൺമെന്റ് എങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പ്രൈവറ്റിൽ വരുന്നവരെല്ലാവരും അവർക്ക് പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് മിക്കവാറും ഒക്കെ വരുന്നുണ്ട് ആളുകൾ. അപ്പൊ നമ്മൾ ആ സമയത്ത് എല്ലാ അഡ്വൈസും കൊടുക്കും, ഫോളിക് ആസിഡും കൊടുക്കും. 3 months പ്രയർ ടു കൺസെപ്ഷൻ കഴിക്കുന്നത് നല്ലതാണ് ഫോളിക് ആസിഡ്. ഈ IVF ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ, സർജിക്കൽ പ്രൊസീജിയർ ആണോ IVF? ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നും അല്ല. ആക്ച്വലി ഇൻവോൾവ്സ് മെയിൻലി നമ്മൾ കുറച്ച് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഗ്രോത്ത്, ഫോളിക്കിൾസ്, എഗ്സ് വളരുക. എന്നിട്ട് ആ സമയത്ത് എഗ്സ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ അണ്ടർ അനസ്തീസിയ, ഒരു ഷോർട്ട് പ്രൊസീജിയർ ആണ്, ഒരു 15-20 minutes അണ്ടർ അനസ്തീസിയ. അതിനൊന്നും പെയിൻ ഇല്ല. ഇവിടെ IVF പെയിൻ വരേണ്ട കാര്യമില്ല, ഇറ്റ്സ് പെയിൻലെസ്. ഇതിപ്പോ പറയുന്ന കണക്ക് ഒരു വലിയ പ്രൊലോങ് പ്രൊസീജിയർ 2 weeks എല്ലാം തീരും. ഇതിനൊരു ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? ലിമിറ്റ് നമ്മളിപ്പം നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് വന്നിട്ടുണ്ട്, ART ആക്ട്. ഇപ്പം നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. സ്ത്രീകൾക്ക് 50 ആൻഡ് പുരുഷന്മാർക്ക് 55 ആണ് ഏജ് ലിമിറ്റ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് നമുക്ക് 40 കഴിയുമ്പോൾ പ്രഗ്നൻസി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഒരു ഏർലി 30s ആവുമ്പോഴെങ്കിലും യു മസ്റ്റ് സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് IVF, പ്രിഫറബിളി 35 വയസ്സിന് മുൻപ്. കാരണം 35 വയസ്സൊക്കെ കഴിയുമ്പോൾ എഗ്സിന്റെ ക്വാണ്ടിറ്റി നല്ലോണം കുറഞ്ഞു പോയത്. ഇതിൽ എനിക്കൊരു അഭിപ്രായം പറയുന്നത്, പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗിന്റെ പോലെ തന്നെ നമ്മൾ ഒരുപാട് ഗൈന കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കൺസീവ് ചെയ്യും, അത് ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസ് ഒക്കെ ഉള്ള. അപ്പൊ അവരൊക്കെ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിനേറ്റൽ പീരീഡിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആ മുഴകളൊക്കെ നീക്കം ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ ചോദിച്ചോളൂ, ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ആ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. 62 വയസ്സുള്ള ഒരാൾ ഗർഭിണിയായ കഥകൾ. 1.5 വയസ്സ് വരെ കുട്ടി ജീവിച്ചിരുന്നു, പിന്നെ 2.5 ആയപ്പോ അത് ഗ്രൗണ്ട് ആയി പോയി. അപ്പൊ ഇവരുടെ പ്രായം കൂടെ നമ്മൾ ആലോചിക്കണം. ഇവര് 60 വയസ്സിൽ എത്രത്തോളം അവർക്ക് പറ്റും, ഈ കുഞ്ഞിന്റെ എത്ര വയസ്സ് വരെ അവരുണ്ടാവും ജീവനോടെ കുഞ്ഞിനെ നോക്കാൻ. ഒരുപാട് എൽഡറുകൾ, അതായത് എബോവ് 50 ഒക്കെ പോകാത്തതായിരിക്കും നല്ലത്. കുഞ്ഞിന് ആള് വേണ്ടേ, കുഞ്ഞിനെ നോക്കാനായിട്ട്. കുഞ്ഞിനെ സമൂഹത്തിലേക്ക് വിട്ടാൻ പറ്റത്തില്ലല്ലോ, അതിനാരെങ്കിലും റെസ്പോൺസിബിൾ ഒരു പേരന്റ് വേണമല്ലോ. തീർച്ചയായും ഒരുപാട് ഏജ് നമ്മൾ എന്നാണ് എന്റെ അഭിപ്രായം, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ ശ്രീദേവിയോടാണ്. ഇപ്പം ഒരു ബേബിയുടെ ഹാർട്ട് ബീറ്റ് എപ്പോഴായിരിക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? ഹാർട്ട് ബീറ്റ് നമുക്ക് ഏർലി പ്രഗ്നൻസി തന്നെ, അതായത് ഒരു 6 to 8 weeks, 8 weeksൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം മദേഴ്സ് ഏറ്റവും കൂടുതൽ കെയർ എടുക്കേണ്ട സമയം ഏതായിരിക്കും, ക്രൂഷ്യൽ പീരീഡ് എന്ന് പറയുമ്പോൾ? ത്രൂ ഔട്ട് പ്രഗ്നൻസി കെയർ വേണം എന്നുള്ളതാണ്, അല്ലാതെ സ്പെസിഫിക് ആയിട്ടല്ല. നമ്മൾ പ്രഗ്നൻസി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുന്നു, പിന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ആണ് കാണുന്നത്. ഈവൻ ഇൻ പ്രഗ്നൻസി ഒരുപാട് ഡയബറ്റീസ്, ഐ തിങ്ക് യു വിൽ എഗ്രി വിത്ത് മീ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഏജ്. ഇപ്പോൾ കാണുന്ന പ്രഗ്നൻസീസ് ഒരുപാട് കുറേയൊക്കെ എൽഡർലീസ് ആണ്.
അൺലൈക്ക് ദ പ്രീവിയസ് ഇയേഴ്സ്. Okay. അതൊരു കാര്യമുണ്ട്. അപ്പം അവരേക്ക് പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്ത് ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതെല്ലാം നോക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്രഗ്നൻസി കെയർ. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ സ്പെസിഫിക് ആയിട്ട്? റിഗാർഡിങ് അൾട്രാസൗണ്ട് ചോദിച്ചില്ല. അൾട്രാസൗണ്ടിൽ എത്ര നേരത്തെ നമുക്ക് ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം എത്ര നേരത്തെ നമുക്ക് കുഞ്ഞ് സ്കാൻ ചെയ്ത ഗർഭം കാണും എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ പ്രത്യേകിച്ച് IVF ഒക്കെ ചെയ്തവർക്ക് ദേ വിൽ ബി ആങ്ഷ്യസ് ടു നോ കൺസീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമ്പോൾ അവർ സന്തോഷിക്കും. പക്ഷെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അത്ര സന്തോഷിക്കില്ല. കാരണം അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കും ഒരുപക്ഷെ വളർച്ച മുരടിക്കാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ആയിരിക്കും. പക്ഷെ ആദ്യം ഒരു സ്കാൻ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കും, ഇൻട്രായൂട്രൈൻ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നോക്കും. അത് നമുക്ക് ഒരു 33 ഡേയ്സ്, അതായത് ഫിഫ്ത്ത് വീക്കിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ബിറ്റ്വീൻ 5 and 6 വീക്സ് നമുക്ക് ഹാർട്ട് ബീറ്റ് കാണാൻ പറ്റും. ഹാർട്ട് ബീറ്റ് അത് നമ്മൾ നോക്കും. പിന്നെ രണ്ടെണ്ണം ഉണ്ടോ, 2 കുട്ടികളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം പറയാൻ പറ്റും. അപ്പം ആളുകൾ പിന്നെ നമ്മൾ ചോദിക്കും ഡേറ്റിംഗ് സ്കാൻ എന്ന് പറഞ്ഞാൽ 8 to 10 വീക്സിലൊരു സ്കാൻ ഉണ്ട്. 12 വീക്സിൽ ND സ്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ജനിതക തകരാറുണ്ടാവുന്നുള്ളൂ. അപ്പൊ ആളുകൾ വിചാരിക്കും ഇത് എന്തോ എപ്പോഴും പിടിച്ച് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവര്. എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്ന് ഐ ഹാവ് ടു എൻഷുർ നോർമൽസി വെൻ ഷി ഗോസ് ഔട്ട് ഓഫ് മൈ കൺസൾട്ടേഷൻ റൂം. അപ്പൊ അവര് 5 ദിവസമേ തെറ്റിയിട്ടുള്ളൂ, 5 വീക്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഐ ഹാവ് ടു ഡു. കാരണം അവർക്ക് ട്യൂബിലെങ്ങാണോ ഇരിക്കുന്നെങ്കിലോ യൂട്രസിൽ ഇല്ല. അപ്പം നമ്മൾ അവരുടെ ഡൗട്ട് ചെയ്യും. യൂട്രസിൽ കാണണം, 5 വീക്സ് ആകുമ്പോൾ കാണണം. കണ്ടില്ലെങ്കിൽ നമുക്ക് ആൻഷ്യസ് ആയി ഇതെങ്ങാനും ഫെലോപ്പിയൻ ട്യൂബ്, അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റഡ് പേഷ്യന്റ് അല്ലേ. അപ്പം നമ്മൾ അവരോട് Beta-HCG എന്ന് പറഞ്ഞ് ബ്ലഡ് ലെവൽ നോക്കും. ഹോർമോൺ ലെവൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും തീരെ കുറച്ചേ ആയിട്ടുള്ളൂ. അത് 1500 Beta-HCG ആയാലേ യൂട്രസിൽ തെളിയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. അതാണ് ഏർലി അൾട്രാസൗണ്ടിന്റെ കാര്യം.